അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്ത് പാകിസ്ഥാൻ സർക്കാർ 2026 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിനാണ് ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ താൻ ഇടപെട്ടുവെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. ഈ അവകാശവാദത്തെ അംഗീകരിച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ നടപടി. ട്രംപിന്റെ അവകാശവാദത്തെ ഇന്ത്യ തള്ളിക്കളഞ്ഞിരുന്നു. എന്നിട്ടും രാജ്യാന്തര മാധ്യമങ്ങൾക്ക് മുൻപിൽ ട്രംപ് ഈ അവകാശവാദം ആവർത്തിച്ചിരുന്നു. സമൂഹ മാധ്യമത്തിലൂടെയാണ് പാകിസ്ഥാൻ ട്രംപിനെ ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്തതായി അറിയിച്ചത്. സമീപകാലത്തെ ഇന്ത്യ പാകിസ്ഥാൻ പ്രതിസന്ധിയിൽ ട്രംപിന്റെ നിർണായക നയതന്ത്ര ഇടപെടലും നേതൃത്വവും അംഗീകരിക്കുമ്പോൾ അദ്ദേഹം 2026 സമാധാന നോബൽ സമ്മാനത്തിന് അർഹനാണ്. ഇതായിരുന്നു എക്സിൽ പാകിസ്ഥാൻ സർക്കാർ പങ്കുവച്ച പോസ്റ്റ്. ഇന്ത്യ പാക് സംഘർഷം, കോഗോ റുവാണ്ട സംഘർഷം ഉൾപ്പെടെ നിരവധി ആഗോള പ്രശ്നങ്ങളിൽ താൻ ഇടപെട്ടിട്ടുണ്ടെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതിനാൽ തനിക്ക് നോബൽ സമ്മാനത്തിന് അർഹതയുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. പാകിസ്ഥാന്റെ നാമനിർദ്ദേശത്തോട് ട്രംപിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: എനിക്ക് 4-5 തവണ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ അവർ എനിക്ക് തരില്ല. കാരണം അത് ലിബറലുകൾക്ക് മാത്രമാണ് നൽകുന്നത്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വർഷം തോറും നൊബേൽ കമ്മിറ്റിയാണ് നൽകുന്നത്. സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള ശ്രമങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നതും. ട്രംപിന്റെ അവകാശവാദം സംബന്ധിച്ച് നൊബേൽ കമ്മിറ്റി ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. Subscribe to One India and never miss an update.